ഇന്ന് ഞാൻ നിങ്ങളോട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വികാരങ്ങളെക്കുറിച്ചാണ്. അതായത് നമുക്ക് മോശം വികാരങ്ങളും നല്ല വികാരങ്ങളും നമുക്ക് വരാറുണ്ട്. നിങ്ങൾക്ക് രണ്ട് ഗണത്തിൽപ്പെട്ട വികാരങ്ങളുണ്ട്. നല്ല വികാരങ്ങളും മോശമായ വികാരങ്ങളും. ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. ഒന്ന് നിങ്ങളെ സുഖകരമായ അവസ്ഥയിലെത്തിക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നു. അതാണ് വിഷാദം, അതാണ് കോപം, അതാണ് വിദ്വേഷം, അതാണ് അപരാധം. ഇത്തരം വികാരങ്ങൾ ഒരിക്കലും നിങ്ങളെ ശക്തിപ്പെടുത്താൻ ഉതകുകയില്ല. അവ മോശമായ വികാരങ്ങളാണ്. നിങ്ങൾ മാനസികമായി എന്താണ് അനുഭവിക്കുന്നത്? അത് സുഖകരമായ വൈകാരിക അനുഭവങ്ങളാണോ അത് മോശമായവയാണോ എന്ന് മറ്റാർക്കും പറയാനാകില്ല. കാരണം നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾ എന്താണെന്നത് അറിയാവുന്ന ഏക വ്യക്തി നിങ്ങൾ മാത്രമാണ്. നിങ്ങളുടെ വൈകാരിക അനുഭവങ്ങൾ സ്വയം മനസ്സിലാക്കാനാവാത്ത ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ സ്വയം നിങ്ങളോട് ചോദിക്കുക, ഇപ്പോൾ ഞാൻ മാനസികമായി എന്താണ് അനുഭവിക്കുന്നത്? നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ പലതവണ ഇങ്ങനെ നിങ്ങളോട് തന്നെ ചോദിക്കാം. അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സിലുളവാകുന്ന വികാരങ്ങൾ ഏത് തരത്തിൽ ഉള്ളതാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ബോധവാനായിത്തീരും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ മോശമായ വികാരങ്ങളും നല്ല ചിന്തകളും ഉണ്ടാവുക എന്നത് അസാധ്യമാണ് എന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്നത് ഈ നിയമത്തോട് തന്നെയുള്ളൊരു വെല്ലുവിളിയാണ്. കാരണം നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ വികാരങ്ങൾക്ക് നിദാനം. നിങ്ങളുടെ മനസ്സിൽ മോശമായ വികാരങ്ങൾ ഉണ്ടാക്കാൻ ഉതകുന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നതിനാലാണ് അവയുണ്ടാകുന്നത്. നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും നിങ്ങളുടെ തരംഗദൈർഘ്യം. നിങ്ങൾ ഏത് തരംഗദൈർഘ്യത്തിലാണ് നിങ്ങളുടെ വികാരാനുഭവങ്ങളിൽ നിന്ന് സ്വയം മനസ്സിലാക്കാം. നിങ്ങളുടെ ഉള്ളിൽ മോശമായ വികാരങ്ങൾ ഉളവാകുമ്പോൾ നിങ്ങളുടെ ചിന്തകളുടെ തരംഗദൈർഘ്യം കൂടുതൽ മോശമായ കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതായിരിക്കും. നിങ്ങളുടെ വികാരങ്ങളെ മോശമാക്കുന്ന രീതിയിൽ അശുഭ സംഗതികളുടെ കൂടുതൽ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രക്ഷേപണം ചെയ്തുകൊണ്ട് ആകർഷണ നിയമം പ്രതികരിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മനസ്സിൽ മോശമായ വികാരങ്ങൾ ഉളവാകുകയും അവയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്താൻ നിങ്ങൾ എന്തെങ്കിലും പരിശ്രമം നടത്താതിരിക്കുകയും ചെയ്യുന്നത് ഫലത്തിൽ ഇനിയും കൂടുതൽ മോശമായ വികാരങ്ങൾ ഉണ്ടാകുന്ന ചുറ്റുപാടുകളിലേക്ക് എന്നെ കൊണ്ടുപോകൂ എന്ന് നിങ്ങൾ സ്വയം പറയുന്നതിന് തുല്യമാണ്. നിങ്ങൾക്ക് നല്ല വികാരങ്ങളും നല്ല തോന്നലുകളും ഉണ്ട് എന്നതാണ് അതിൻ്റെ മറുപുറം. നമ്മുടെ മനസ്സിലേക്ക് അവ കടന്നു വരുന്നത് നമുക്ക് അറിയാനാകും. എന്തുകൊണ്ടെന്നാൽ അവ നമ്മെ സുഖകരമായ അവസ്ഥയിലേക്കാണ് നയിക്കുക. ആനന്ദം, കൃതജ്ഞത, സ്നേഹം എല്ലാ ദിവസവും നമ്മുടെ മനസ്സിൽ ഇത്തരം വികാരങ്ങളാണ് ഉളവാകുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. നല്ല വികാരങ്ങളെ നിങ്ങൾ സന്തോഷപൂർവ്വം നെഞ്ചേറ്റുമ്പോൾ കൂടുതൽ കൂടുതൽ നല്ല വികാരങ്ങളും അതോടൊപ്പം തന്നെ സുഖവും സന്തോഷമുണ്ടാക്കുന്ന സംഭവങ്ങളും നിങ്ങളിലേക്ക് നിങ്ങൾ സ്വയം വലിച്ചെടുപ്പിക്കും. ഇത് യഥാർത്ഥത്തിൽ വളരെ ലളിതമായി ഈ നിമിഷം ഞാൻ ഏത് വികാരങ്ങളെയാണ് ആകർഷിക്കുന്നത്, നിങ്ങൾക്ക് എന്തു തോന്നുന്നു, അതായത് നിങ്ങൾക്ക് വളരെ സുഖവും സന്തോഷവും അനുഭവപ്പെടുന്നുണ്ടോ, എന്നാൽ വളരെ നല്ലത്. നിങ്ങൾ അത് തന്നെ തുടർന്ന് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ മനസ്സിൽ നല്ല വികാരങ്ങളും നിഷേധാത്മക ചിന്തകളും ഒരേ സമയം ഉണ്ടാവുക എന്നത് അസാധ്യമായൊരു കാര്യമാണ്. നിങ്ങളുടെ മനസ്സിൽ നല്ല വികാരങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം നിങ്ങളുടെ നല്ല ചിന്തകളാണ്, അതായത് പോസിറ്റീവ് തോട്ട്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത് എന്തും നേടാൻ നിങ്ങൾക്ക് കഴിയും. അതിന് യാതൊരു പരിധിയുമില്ല. എന്നാൽ അതിനൊരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ നല്ല ഫീലിങ്സ് ഉണ്ടാകണം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എല്ലായ്പ്പോഴും ആഗ്രഹിച്ചിരുന്നതും അത് തന്നെയല്ലേ? തീർച്ചയായും ഈ നിയമം സമ്പൂർണവും കുറ്റമറ്റതും തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ സുഖകരമായ വികാരാനുഭവങ്ങളാണ് ഉള്ളതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഇച്ഛയ്ക്കൊത്തൊരു ഭാവിയാണ് നിങ്ങൾ കരുപിടിപ്പിക്കുന്നത് എന്നതാണ്. മറിച്ച് അസുഖകരമായ വികാരങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ ഉളവാകുന്നതെങ്കിൽ നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന ഭാവി നിങ്ങളുടെ ഇച്ഛയ്ക്കൊത്തുള്ളതല്ല. നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ക്ഷണത്തിലും ആകർഷണ തത്വം അതിൻ്റെ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാം ചിന്തിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന എല്ലാം ചേർന്നാണ് നമ്മുടെ ഭാവി രൂപപ്പെടുത്തുന്നത്. നിങ്ങൾ ആകുലതകളിലും ഭയത്തിലും ഉഴലുകയാണെങ്കിൽ ആ ദിവസം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക അത്തരം സംഭവങ്ങൾ തന്നെയായിരിക്കും. അതായത് നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ വികാരങ്ങളെയും നമ്മുടെ ഫീലിങ്സിനെയും നമ്മൾ മനഃപൂർവ്വമായി തന്നെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് വേണ്ട കാര്യങ്ങളിൽ മാത്രം നമ്മളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കുക, അതിൽ ഫോക്കസ് ആവുക. നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ഭാവി തീരുമാനിക്കുന്നത്. നല്ല തോട്ട്സും നല്ല ഫീലിങ്സുമാണ് നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്നത്. ഇത് വളരെ
ശക്തമായ ഒരു പ്രവൃത്തി തന്നെയാണ്. എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഒരുപാട് അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ബൈ ബൈ, ടേക്ക് കെയർ.